കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പരിശീലകൻ മനുവിനെതിരായ പീഡനക്കേസിൽ KCAക്ക് വീഴ്ച സംഭവിച്ചെന്ന് ഭാരവാഹികൾ. ചില കാര്യങ്ങൾ അന്വേഷിക്കാതെ പോക്സോ കേസിൽ പ്രതിയായ ഒരാളെ പരിശീലകനായി നിയമിച്ചത് തെറ്റാണെന്ന് പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് മനുവിനെതിരായ പരാതി ലഭിച്ചത്. പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും അസോസിയേഷനില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2018-ൽ പീഡന ആരോപണമുയർന്ന മനുവിനെ പരിശീലകനായി തുടരാൻ അനുവദിച്ചത് തെറ്റാണെന്ന് തുറന്നു സമ്മതിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കാര്യങ്ങൾ അന്വേഷിക്കാതെയും ചില കുട്ടികളുടെയും മാതാപിതാക്കളുടെയും നിർബന്ധത്തിനു വഴങ്ങി മനുവിനെ പരിശീലകനായി നിയമിക്കുകയാണ് ചെയ്തത്. 2012-ൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ പരിശീലകനായി എത്തിയ മനുവിനെതിരെ നേതൃത്വത്തിന് പരാതി ലഭിച്ചത് കഴിഞ്ഞ ഏപ്രിൽ 19-നാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തൊട്ടുപിന്നാലെ വിശദീകരണം തേടിയെങ്കിലും 21-ാം തീയതി മനു രാജി നൽകി. മനുവിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും അസോസിയേഷൻ ഇല്ലെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ല ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാകാതിരിക്കാം. ഇവരെല്ലാവരും വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഇതൊരു എന്താ പറയുക, കോച്ചിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടെന്ന് വന്ന് പറയുന്നു. എല്ലാവരും ഒരാൾ വരെ മനുവിനെ അഗൻസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടില്ല എന്ന് പറയില്ല. കാര്യം എല്ലാവരും പറയുന്നവർ തന്നെ ഇങ്ങനെ ഒരു പോസ്കോ കേസിൽ പ്രതിയെ ജാമ്യം കിട്ടി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ എടുത്തു? മനുവിനെ മറ്റെവിടെയും ജോലിക്കെടുക്കരുതെന്ന് KCA എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനെയും രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും നിർദ്ദേശം നൽകി. പരാതികളുണ്ടായാൽ പരിശോധിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും വനിതകളടങ്ങുന്ന ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിക്കാനും KCA തീരുമാനിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.